ബാംഗ്ലൂരിലെ സ്പാ ജീവനക്കാരനെ സ്ത്രീ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവർ വന്ന് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചാവശ്യനാക്കി. ബാംഗ്ലൂരിലുള്ള ഭുവനേശ്വരി നഗറിലെ ഒരു സ്പാ നടത്തുന്നത് സ്മിത എന്ന സ്ത്രീയാണ്. അവിടുത്തെ ജീവനക്കാരനായിരുന്നു സഞ്ജു. നമുക്കറിയാം, സ്പാ നടത്തുന്നിടത്ത് എന്താണ് സാധാരണഗതി ചെയ്യുന്നത്? മസാജ് ചെയ്യാനും അതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് സ്പായിൽ നടത്തുന്നത്. അത് സ്മിത എന്ന സ്ത്രീയാണ് ഭുവനേശ്വരി നഗറിൽ നടത്തിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ജീവനക്കാരനാണ് സഞ്ജു. സഞ്ജുവിന് ആ സ്പായിൽ നിന്ന് മാറി അതിനടുത്ത് സ്വന്തമായി ഒരു സ്പാ തുടങ്ങി. അയാൾ പറയുന്നത്, ഇവിടെ അവർ പല ആൾക്കാരും വരുന്നതും അവിടെ സ്ത്രീകളെ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളൊരു ആക്ഷേപം അയാൾക്കുണ്ട്. അയാളത് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്തോ ഇവരുമായിട്ട് തെറ്റി അതിനുശേഷം സ്വന്തമായൊരു സ്പാ അയാൾ തുടങ്ങി. മസാജും അങ്ങനെ പാർലറിലും തെറാപ്പിയും പെഡിക്കെയറും ഒക്കെ ആയിട്ട് അവിടെ അയാൾ തുടങ്ങി. അയാളുടെ ഈ പുതിയ സ്പാ വന്നതോടുകൂടി ഇവരുടെ ബിസിനസ് കുറഞ്ഞു. സ്മിതയാണ് ഇയാളെ അവിടെ കസ്റ്റമേഴ്സിനെല്ലാം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് അവനെ അങ്ങ് വിടാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു കൊട്ടേഷൻ കൊടുത്തു. കൊട്ടേഷൻ ഏറ്റെടുത്തത് കാവ്യ എന്നൊരു സ്ത്രീയാണ്. അവർ കൊട്ടേഷൻകാരിയാണ്. അവരുടെ സുഹൃത്ത് മുഹമ്മദ് ഉണ്ട്. അവർ ഈ പുതിയ ഇയാളുടെ സ്പായിൽ വന്ന് ക്രൂരമായി ആ സ്പായ്ക്കകത്തിട്ട് ഇയാളെ മർദ്ദിച്ചു, അവശനാക്കി. അതിനുശേഷം കാറിൽ വലിച്ചെടുത്ത് കൊണ്ടുപോയി. കാറിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ട് വഴിയിൽ ഉപേക്ഷിച്ചു. ഈ സംഭവത്തിനെതിരായി ഈ സഞ്ജുവിൻ്റെ ഭാര്യ ഒരു പരാതി അമൃത ഹള്ളി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അവിടെ കേസെടുത്തു. CCTV ദൃശ്യത്തിൽ ഈ പെൺഗുണ്ടകളും മറ്റൊരു ഇയാളെ വലിച്ചടിച്ച് കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കാണാൻ കഴിഞ്ഞു. അമൃതഹള്ളി പോലീസ് ആ ദൃശ്യങ്ങളെല്ലാം കളക്ട് ചെയ്തു. അത് സഞ്ജുവിൻ്റെ ഭാര്യയാണ് പരാതി കൊടുത്തത്. സഞ്ജുവിനെ ഇവർ സ്ത്രീഗുണ്ടകൾ ചേർന്ന് ഇടിച്ചാവശനാക്കി അവനെ കൊല്ലാൻ ശ്രമിച്ചു, അറ്റംപ്റ്റ് ടു മർഡർ. ഏതായാലും അമൃതഹള്ളി പോലീസ് കേസെടുത്തു. ഇപ്പം കാവ്യയും മുഹമ്മദിനെയും അവർ അറസ്റ്റ് ചെയ്തു. ഇനി ആരുണ്ട് അവരുടെ കൂടെ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മിതയുടെ സ്പായിലെ പെൺവാണിഭം നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം കൂടെ സഞ്ജു ഇപ്പം പോലീസിലേക്ക് പറഞ്ഞു. CCTV ദൃശ്യത്തിൽ ഇവിടെ തട്ടിക്കൊണ്ട് പോകുന്ന അതും നല്ലൊരു എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സ്പായിലെ ഇതുപോലെയുള്ള പെൺവാണിഭം ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. കേരളത്തിലും പല സ്ഥലത്തും ഉണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലുള്ളവർ പലരും തായ്ലൻഡിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുത്തെ സ്പായിലെ മസാജൊക്കെ നടത്തി വന്ന ബിരുദന്മാരും ധാരാളം പേര് ഇവിടെയുണ്ട്. ഇപ്പോൾ അവിടെ എങ്ങും പോകണ്ട, ഇന്ത്യയിൽ തന്നെ ഇത് സുലഭമാണ് എന്നാണ് പലരും പറയുന്നത്. ബാംഗ്ലൂരും കേരളത്തിലും ഒക്കെ ഉണ്ട്. സാധ്യത വളരെ കൂടുതലാണ്. രഹസ്യമായി സ്പായിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം പെൺവാണിഭത്തിൽ 12 സ്ത്രീകളെ എറണാകുളം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയും ഇതുപോലുള്ള സ്പാ സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പെൺവാണിഭം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ശരിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം ബാംഗ്ലൂർ ഇത് കോമൺ ആണ് എന്നാണ് പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഇപ്പം ഒരു സംഭവം ഉണ്ടായി, മർദ്ദനവും അടിപിടിയൊക്കെ നടന്നുകൊണ്ടാണ് ഇത് വെളിയിലോട്ട് വന്നത്. അതിനൊരു കേസ് അമൃതഹള്ളി പോലീസ് എടുക്കുകയും ചെയ്തു, പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും ഈ സഞ്ജു എന്ന് പറയുന്ന ആൾ ആ ബാംഗ്ലൂർ ഈ സ്പായിൽ നിന്ന് മാറാൻ കാരണം പെൺവാണിഭം ആണ് എന്ന വാർത്തയും വരുന്നുണ്ട്. വെല്ലിയപ്പ സഞ്ജു എന്ന അയാൾ ഇത് നേരിട്ട് കണ്ടു. അയാൾ അവരുമായിട്ട് തെറ്റി, അതിനോട് യോജിച്ച് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പതുക്കെ അവിടുന്ന് മാറി. അതിനുശേഷം ഇതിനടുത്ത് അയാൾ പരിചയപ്പെട്ട കസ്റ്റമർ പലരും അവിടെ വരാൻ തുടങ്ങി. ഇവിടെ സ്മിതയുടെ ബിസിനസ് ഡള്ളായപ്പോഴാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്. കൊട്ടേഷൻ കൊടുത്തതിൻ്റെ പ്രത്യേകത ഒരു ലേഡിക്കാണ് കൊട്ടേഷൻ കൊടുത്തത്. കാരണം ലേഡികളും കൊട്ടേഷൻ സംഘത്തോടൊപ്പം സർവ്വവ്യാപിയായിട്ട് വരുന്നു ഇന്ത്യയിൽ എന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.